പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്ന യേശുവിന്റെ പിന്നാലെ പോയി അനുഗ്രഹം പ്രാപിച്ച രണ്ട് അന്ധന്മാരെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ അന്ധന്മാരുടെ സമീപന രീതി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അന്ധരായിട്ടും കടന്നു പോകുന്നത് യേശുവാണെന്നറിഞ്ഞപ്പോൾ വിശ്വാസത്തോടെ അവനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. യേശു അവരെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴും ആ യേശുവിന്റെ പിന്നാലെ പോയി അവൻ എത്തിച്ചേർന്ന ഭവനത്തിൽ അവന്റെ സമീപം ചെന്നു നിൽക്കുവാനുള്ള ധൈര്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. യേശു അവരോട് ചോദിക്കുന്നത്, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് മറുപടി പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു. അതിനർത്ഥം രണ്ടുപേരുടെയും വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചത്. ഈ ആഗമനകാലത്ത് നമുക്കും കർത്താവിനെ സമീപിക്കുമ്പോൾ ഈ അന്ധരെ പോലെ കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ യാചനകൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്കും കഴിയണം. യേശു അവരെ ശ്രദ്ധിക്കാതെ, അന്ധന്മാരെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവരൊരിക്കലും പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. യേശുവിന്റെ പിന്നാലെ പോകുന്നത് ഉപേക്ഷിച്ചില്ല. കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോകുവാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത്. ഇതുപോലെ നമുക്കും വിട്ടുമാറാത്ത ആശ്രയബോധത്തോടെ വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ അപേക്ഷകൾ കൊടുത്തുകൊണ്ട് അവ സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ